2024 സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നു. പ്രാഥമിക യോഗ്യത പരീക്ഷാ സിലബസിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ സമഗ്രമായി പഠിച്ചു തുടങ്ങേണ്ട സമയമായി. വളരെ പെട്ടെന്ന് തന്നെ പഠനത്തിന്റെ തീക്ഷ്ണമായ പോരാട്ടത്തിലേക്ക് നമ്മളെല്ലാവരും തയ്യാറാകണം. എൻ്റെ പേര് രാഖിൽ RS. കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന്റെ പരീക്ഷാ സിലബസിലെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിവിധ ക്ലാസ്സുകൾക്ക് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. ഇന്ത്യൻ ഭരണഘടന 5 മാർക്കിന്റെ ടോപ്പിക്കാണ് അല്ലെ. എത്ര ചോദ്യങ്ങളാണ്. പരീക്ഷാ രീതികളും പരീക്ഷയുടെ ചോദ്യ മാതൃകകളും എല്ലാം മാറി. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നു എന്ന് മാത്രമല്ല, ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ തന്നെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റിൽ ശരി ഉത്തരം ഒളിപ്പിച്ചു വയ്ക്കുന്ന രീതി കേരള PSC നിരന്തരമായി തുടരുകയാണ്. ഭരണഘടനയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേരള PSC ചോദ്യ മാതൃകകളിൽ നിങ്ങൾ കണ്ടു കാണും. ഭരണഘടനാ നിർമ്മാണ സമിതി, അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങളും DPSP ബോറോഡ് ഫീച്ചേഴ്സ് ഒക്കെ തന്നെ കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഭാഗത്ത് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച 2023-24 വർഷങ്ങളിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ കേരള PSC ചോദിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഒന്ന് പരിശോധിച്ചാലോ? നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം കണ്ടവരായിരിക്കും, ഈ ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തവരായിരിക്കും. പ്രീവിയസ് ചോദ്യങ്ങളെല്ലാം ചെയ്ത് നോക്കി, ഭരണഘടനയുടെ അല്ല എല്ലാ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ചോദ്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് നോക്കി, അതിന്റെ റിലേറ്റഡ് ഫാക്ട് എല്ലാം പഠിച്ചിട്ടിരിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്കൊന്ന് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ്, ചോദ്യ മാതൃകകളാണ്. നോക്കൂ നിങ്ങൾ, ഇത് കേരള PSCയുടെ പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ ചോദ്യമായിരുന്നു. അത് വളരെ നിസ്സാരപ്പെട്ടൊരു ചോദ്യം കൂടിയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇന്ത്യൻ ഭരണഘടന ഒരു ബോറോവുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്, കടം കൊണ്ട ഭരണഘടന കൂടി. അപ്പൊ കടം കൊണ്ട ആശയങ്ങൾ, ഓരോ ആശയങ്ങളും എവിടെ നിന്നെല്ലാം കടമെടുത്തുന്നുള്ളതാണ്. A പാർട്ട്, B പാർട്ട്. അപ്പോ നോക്കുക, A പാർട്ട് അവശിഷ്ടാധികാരം, റെസിഡറി പവേഴ്സ് എന്ന ആശയം കടമെടുത്തത് B കോളത്തിൽ എവിടെ നിന്നാണ്? ഒറ്റ ഉത്തരം അറിയാം. എവിടെ നിന്നാണ് അവശിഷ്ടാധികാരം കടമെടുത്തത്? കാനഡ, കനേഡിയൻ ഭരണഘടന. അപ്പൊ A2. നിങ്ങളൊന്ന് ഓപ്ഷനിലേക്ക് നോക്കുക. ബാക്കി നോക്കുന്നതിന് മുമ്പ് A2 വരുന്നത് ഏതൊക്കെ ഓപ്ഷനിലാണ്? 2 ഓപ്ഷൻ ഉണ്ട്, Bയും Cയും ഉണ്ട്. A2 വരുന്നു. ഓക്കെ. അടുത്തത് ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്തു. അപ്പോൾ B1 നോക്കുക, B1 വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ പോലും നമുക്ക് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിലൂടെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോ ഇവിടുത്തെ ഉത്തരം അവശിഷ്ടാധികാരം കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയാണ്. ആമുഖം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അടിയന്തര അവസ്ഥയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് എമർജൻസി കടമെടുത്തത് എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. കണ്ടോ? അപ്പോൾ A2, B1, C4, D3 എന്ന ഓപ്ഷനാണ് ശരി ഉത്തരം. അപ്പൊ നമുക്ക് ഫസ്റ്റ് 2 സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഉത്തരം കണ്ടെത്തിയിട്ട് പോകാം. സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കരുതിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് വളരെ പോപ്പുലറായി അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്, ഭരണഘടനയുടെ കടം കൊണ്ട ആശയങ്ങൾ. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇവിടെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് അവസാനത്തെ ഓപ്ഷൻ തന്നെ നോക്കിക്കേ, അടിയന്തരാവസ്ഥയുടെ സവിശേഷതകൾ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? സംശയിക്കേണ്ട, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി, ജർമ്മനിയുടെ ഭരണഘടന. എന്നാൽ അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത് എവിടെ എന്ന് ചോദിച്ചാൽ ഈ ഓപ്ഷനിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ശരി ഉത്തരം തീർച്ചയായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആകുമായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, അടിയന്തരാവസ്ഥ എന്ന കോൺസെപ്റ്റ് കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്തെ സവിശേഷതകൾ, ഉദാഹരണത്തിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സസ്പെൻഡിങ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് എമർജൻസി, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നു എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിന്നാണ്. അപ്പൊ ഈ 2 ആശയങ്ങളും ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ അവശിഷ്ടാധികാരം കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് എന്നീ ആശയങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തതോ ഓസ്ട്രേലിയയിൽ നിന്ന്. കൺകറന്റ് ലിസ്റ്റ് മാത്രം ഓസ്ട്രേലിയ. അവശിഷ്ട അധികാരങ്ങൾ കടമെടുത്തത് എവിടെ നിന്നാണ്? തീർച്ചയായിട്ടും കാനഡയിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല അല്ലെ നിങ്ങൾക്ക്? പരസ്പര ബന്ധമില്ലാത്തതുപോലെ. അപ്പോൾ ഏറ്റവും വലിയൊരു പോരായ്മ അത് തന്നെയാണ്. പല ഇംഗ്ലീഷ് ചോദ്യങ്ങളെയും കൃത്യമായി എങ്ങനെയാണ് മലയാളത്തിലേക്ക് കൃത്യമായി തർജ്ജമ ചെയ്യേണ്ടതുപോലെ അല്ല പലപ്പോഴും ചോദ്യപേപ്പറിൽ വരാറുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ശരി, ഇവിടെ ശരിക്കും ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
DPSP, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന തത്വം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് ഉള്ളത് എന്നായിരുന്നു ഈ ചോദ്യം. അങ്ങനെയാണ് വരേണ്ടത്. അതിന് പകരം വന്നിരിക്കുന്നത് നോക്കിക്കേ, ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ശരി, എന്താണെങ്കിലും കാര്യം മനസ്സിലായോ മതിയല്ലോ നമുക്ക്. ഈ ചുവടെ കൊടുത്തിരിക്കുന്ന 4 നിയമങ്ങളിൽ ഏതോ നിയമത്തിൽ നിന്നാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന ആശയം നമ്മൾ ഈ പറയപ്പെട്ട ഭരണഘടനയുടെ പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആ നിയമം എന്നാണ് ചോദ്യം. പിടികിട്ടിയോ നിങ്ങൾക്ക്? എന്നാ കണ്ടുപിടിച്ചേ. ഭരണഘടനയുടെ പാർട്ട് 4 നിങ്ങളെല്ലാം പഠിച്ചവരല്ലേ? മാർഗനിർദ്ദേശക തത്വങ്ങൾ പഠിച്ചവരല്ലേ? ഈ ഒരു പോയിന്റ് എവിടെയെങ്കിലും പഠിച്ചോ നിങ്ങൾ? പഠിച്ചെങ്കിൽ നല്ല കാര്യം, പഠിച്ചില്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഡിഗ്രി ലെവലിന്റെ ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന ഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നിയമം നോക്കുക. ഓപ്ഷൻ എ, 1909 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. അങ്ങനെ ഒരു നിയമമേ ഇല്ല അല്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ല, പിന്നെയോ കൗൺസിൽസ് ആക്ട് ആണ്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 വിച്ച് വാസ് പോപ്പുലർലി നോൺ ആസ് മിന്റോ മോർലി റിഫോം. കേട്ടിട്ടില്ലേ? അതല്ലെങ്കിൽ തന്നെ ഇത് ഉത്തരം തെറ്റാണ്, അതല്ല. ഓപ്ഷൻ ബി, 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് നിങ്ങൾ കേട്ട് കാണും, ഓർമ്മയുണ്ടോ? എന്താ? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം. ശരിയല്ലേ? അത് ശരിയല്ല, അതും അതിൽ നിന്നുമല്ല ഈ ആശയം കടമെടുത്തിരിക്കുന്നത്. പിന്നെയോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. എന്തായാലും അല്ല നമുക്കറിയാം, കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക, അതുമായി ബന്ധപ്പെട്ട കുറേയേറെ നിർദ്ദേശങ്ങൾ മാത്രമാണ്. അതായത് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും ചെറിയ നിയമം, ദി ഷോർട്ടസ്റ്റ് ആക്ട് വിച്ച് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ് ഫോർ ഇന്ത്യ എന്നറിയപ്പെടുന്നത് കൂടിയാണ് 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. അതുമല്ല. അപ്പൊ ശരി ഉത്തരം നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഏതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. മാത്രമല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ്? മോസ്റ്റ് പ്രൊഫൗണ്ടഡ് ഇൻഫ്ലുവൻസ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും ആഴത്തിൽ സ്വാധീനിച്ചത് എന്ത്? കേട്ടിട്ടില്ലേ? എന്താണ്? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബ്ലൂ പ്രിന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്തിനെ? ഉത്തരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടമെടുത്ത നിയമം. ഉത്തരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും ഇന്ത്യയുടെ പരമോന്നത നിയമമായി പ്രവർത്തിച്ചിരുന്നത് എന്ത്? ഉത്തരം 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1947 വരെ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയായിരുന്ന ഫെഡറൽ കോടതി പ്രവർത്തിക്കാൻ കാരണമായ നിയമം 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുകയല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ PSC പഠിക്കുന്ന കാലം തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാം, ഭരണഘടനയുടെ പാർട്ട് 4 പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഒരു തത്വം ഉൾക്കൊള്ളിച്ചിരിക്കുന്നെങ്കിൽ അത് ഏതിൽ നിന്ന് തന്നെ ആയിരിക്കും? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇനി അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു ആശയമാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർമാർക്കും വൈസ്രോയിമാർക്കുമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഉൾക്കൊള്ളിച്ച ഒരു ആശയമാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതിന്റെ തനി പകർപ്പാണ് DPSP എന്നാണ് പലരും വിലയിരുത്തുന്നത്. ഇനിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു ഇന്ത്യൻ നേതാവ് ഈ കാരണത്താൽ തന്നെ DPSPയെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഹു ഡിസ്ക്രൈബ്ഡ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്? ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്തായാലും പറയുമായിരിക്കും. ഭരണഘടനയുടെ പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങളെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിച്ചത് ആര് ചോദിച്ചാൽ മറ്റാരുമല്ല, ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, അപ്പൊ ഇത് മറ്റൊരു ഡിഗ്രി ലെവലിന്റെ ചോദ്യമാണ്. ഇനി നമുക്ക് വേറെ ചോദ്യങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. നോക്കൂ ഈ ചോദ്യം. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത് കണ്ടോ? PSCയുടെ പ്രീവിയസ് ചോദ്യം. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി. നമുക്ക് ആദ്യം ഒഴിവാക്കി നോക്കാം, ഇത് എന്തായാലും തെറ്റല്ല. പൂർണ്ണ സ്വരാജ് പ്രമേയമൊക്കെ INC സമ്മേളനമാണ് പാസ്സാക്കി. നമുക്ക് മാത്രമല്ല, ഇത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ഒരു സമ്മേളനമൊന്നുമല്ല, ഇതൊരു ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അത് എന്തായാലും തെറ്റാണ്. ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി ലഭിച്ചു, ഇത് ഒറ്റ തെറ്റാണെന്ന് അറിയാം, എങ്കിലും വിട്ടേക്കുക. ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവ തയ്യാറാക്കി. 2 ഒഴിവാക്കിക്കേ. 2 വരുന്ന ഓപ്ഷൻസ് എല്ലാം ഒഴിവാക്കിക്കേ. 2 ഒഴിവാക്കി. 1, 3 അല്ലെങ്കിൽ 1, 4. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. ഉൾപ്പെടാത്തത്. അപ്പൊ ഉൾപ്പെടാത്തത് പൂർണ്ണ സ്വരാജ് ഉൾപ്പെടുന്നില്ല. പിന്നെയോ ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് പദവി ലഭിച്ചു.
ഉൾപ്പെടുന്നുണ്ടോ? ഉൾപ്പെടുന്നില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ഇത് ഉത്തരം ശരിയാണ്. കാരണം പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ദ്വിഭരണം അവസാനിപ്പിച്ചു, അല്ലെ? ഡയാർക്കി എന്ന് പറയുക, ഡയാർക്കി ഇൻ പ്രൊവിൻസസ് വാസ് എൻഡഡ് ആൻഡ് കണ്ടിന്യൂഡ് ഓൺലി ഇൻ സെൻട്രൽ ലെവൽ. കേന്ദ്രതലത്തിൽ ദ്വിഭരണത്തിന് തുടക്കം കുറിച്ചു ഈ നിയമപ്രകാരം. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ ഒന്ന് വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാം, അല്ലെ? ഒന്ന് വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, ഡിഗ്രി ലെവലിന്റെ മറ്റൊരു ചോദ്യം വീണ്ടും വന്നിരിക്കുന്നു. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തതേത്? ഇത് പലപ്പോഴും ചോദ്യങ്ങൾ പറ്റുന്ന അബദ്ധം, ഇത് പെട്ടെന്ന് ഉൾപ്പെടുന്നത് ഏതെന്ന് ചിന്തിക്കരുത്. ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ്. ഓക്കെ, അതായത് ഇതുമായി ബന്ധമില്ലാത്തത് ഏത്? നോക്കുക, ഒന്ന്, കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം വന്നൊരാശയമാണോ? യെസ് ആണ്. ഇത് ശരിയായ ഉത്തരമാണ്. ഇനി ഒരു കാര്യം നോക്കിക്കേ, ഇത് ചിന്തിക്കാൻ വലിയ പാടില്ല. കാരണം നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നു മുതൽ പഠിക്കും. നിങ്ങൾ വെറുതെ ഒരു മെറ്റീരിയൽ തുറന്ന് വായിച്ചാൽ പോലും നിങ്ങൾ കാണുന്ന ആദ്യ പോയിന്റ് ആണിത്. എന്താണ്? ഡയാർക്കി, ദ്വിഭരണം. ഡയാർക്കി ഇൻ പ്രൊവിൻസസ് വാസ് എൻഡഡ് ആൻഡ് കണ്ടിന്യൂഡ് ഓൺലി ഇൻ സെൻട്രൽ ലെവൽ അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പ്രവിശ്യകളിൽ ദ്വിഭരണം അവസാനിപ്പിച്ചു, പകരം കേന്ദ്ര ദ്വിഭരണത്തിന് തുടക്കം കുറിച്ചു. ഈ വാചകം പഠിക്കാത്തവരായി ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിൽ ആരും കാണില്ല. ഈ നിയമം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മെറ്റീരിയലിൽ, ഏതെങ്കിലും ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. ശരിയല്ലേ? അതിൽ നിന്ന് തന്നെ ഓപ്ഷൻ എ ശരിയാണെന്ന്. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ശരിയല്ലേ? ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് വന്നേ. ഇത് ശരിയാണ്, ഉൾപ്പെടാത്തതാണ്. അപ്പം ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല. ഒന്ന് ഉൾപ്പെടുന്ന എല്ലാം ഒഴിവാക്കിക്കൂടെ നമുക്ക്? ഒന്ന് ഉൾപ്പെടുന്നു, ഒഴിവാക്കി. ഒന്ന് ഉൾപ്പെടുന്നു, ഒഴിവാക്കി. ഒന്ന് ഉൾപ്പെടുന്നു, ഒഴിവാക്കി. ഇതാ ഈ ഒറ്റ പോയിന്റ് മാത്രം അറിഞ്ഞു വെച്ചുകൊണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിച്ചു പോലും നോക്കേണ്ടതില്ല. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, തെറ്റായ പ്രസ്താവന. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വ്യവസ്ഥകളിൽ പെടാത്തത് 2ഉം 3ഉം ആണെന്ന് കണ്ടെത്തിയില്ലേ? ഇതാണ് നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങൾ ചെയ്യേണ്ട സ്മാർട്ട് വർക്ക്. ചിലപ്പോൾ നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെന്റും അറിയില്ല, ഇതൊന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് അതുകൊണ്ട് ചിലപ്പോൾ എല്ലാം ഇപ്പോഴും ഈ ലക്ക് കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടിയാൽ നമുക്കൊരു മാർക്ക് കിട്ടിയില്ലേ? ഇനി ബാക്കിയും കൂടെ നോക്കിയോ പെട്ടെന്ന്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി. ഇത് എന്തായാലും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഒരു പ്രമേയം പാസ്സാക്കാൻ ഇതൊരു സമ്മേളനമൊന്നുമല്ല, ഇത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അതുകൊണ്ട് പ്രമേയം പൂർണ്ണ സ്വരാജ് അല്ല, ഒരു പ്രമേയവും പാസ്സാക്കാൻ പറ്റില്ല, ഒരു നിയമമാണ്. അടുത്തതോ, ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി അനുവദിച്ചു. നമുക്കറിയാം, ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് ഓഫർ പ്രകാരമാണ് ആദ്യമായി ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന ഓഫറൊക്കെ തന്നെ പോലും മുന്നോട്ട് വയ്ക്കുന്നത്. 35 ഡൊമീനിയൻ സ്റ്റാറ്റസ് ഒന്നും തന്നെ വച്ചില്ല. മാത്രമല്ല, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. എങ്കിലും ഇതിൽ ഒരു വരി പോലും പറഞ്ഞില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്നോ ഇന്ത്യക്ക് എന്തെങ്കിലും ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ സഹായിക്കാമോ. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു നേതാവ് രൂക്ഷമായ ഭാഷയിൽ ഈ നിയമത്തെ വിമർശിച്ചു. നമ്മൾ ഇതിനെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ്, ഒരുപാട് ആശയങ്ങൾ കടമെടുത്തു, മോസ്റ്റ് പ്രൊഫൗണ്ടഡ് ഇൻഫ്ലുവൻസ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഒരു മഹാനായ നേതാവ് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ലൈക്ക് ദ മെഷീൻ വിത്ത് സ്ട്രോങ് ബ്രേക്സ് ബട്ട് നോ എഞ്ചിൻ. ശക്തമായ ബ്രേക്കുകൾ മാത്രമുള്ള എഞ്ചിൻ ഇല്ലാത്ത യന്ത്രം എന്നാണ് ഇത്. ആരാണിത് പറഞ്ഞത്? മനസ്സിലായോ? ആരാണ്? വേറെ ആര്? നവഭാരത ശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ വാചകമാണ്. ഇറ്റ് ഈസ് എ മെഷീൻ വിത്ത് സ്ട്രോങ് ബ്രേക്സ് ബട്ട് നോ എഞ്ചിൻ. നിങ്ങൾ ഇതിന്റെ തമാശ മനസ്സിലായോ? നിങ്ങളുടെ കയ്യിലൊക്കെ വാഹനമില്ലേ? 4 വീലറും 2 വീലറൊക്കെ ഉണ്ട്, നല്ല ബ്രേക്ക് ഉണ്ട് നിങ്ങളുടെ വാഹനത്തിന്, എഞ്ചിൻ ഇല്ല. വല്ല പ്രയോജനം ഉണ്ടോ? ഇതുപോലെയാണ് ഈ നിയമം എന്നാണ് നെഹ്റു പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കാരണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ത്യ എനിക്ക് ഡൊമീനിയൻ പദവി എന്നല്ല ഒരു ഓഫറും ഈ നിയമം മുന്നോട്ട് വെച്ചില്ല. ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാമെന്നോ ഇന്ത്യക്കാരെ വൈസ്രോയ്സ് കൗൺസിൽ ഉൾപ്പെടുത്താമെന്നോ ഡൊമീനിയൻ പദവി നൽകാമെന്നോ ഒന്നും തന്നെ നിയമം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പ്രസ്താവനയും തെറ്റാണ്. ഭരണവിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ്, ഇത് നമുക്കറിയാം. കാരണം ലിസ്റ്റുകൾ എന്ന ടോപ്പിക്ക് നിങ്ങൾ സിലബസിലുള്ള പ്രത്യേകിച്ച് പഠിക്കുന്ന ഒന്നാണ്. ലിസ്റ്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ലിസ്റ്റുകൾ ആദ്യമായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. അതുകൊണ്ട് ഇത് ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷനിൽ 2 ഉത്തരങ്ങളാണ് വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത്. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? അപ്പോ നമ്മുടെ ഈ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി ലെവലിന്റെ പരീക്ഷയിലെ ചോദ്യപേപ്പറുകൾ നമുക്ക് വളരെ ഈസിയായി, പ്രിലിമിനറി പരീക്ഷ നിങ്ങൾ പാസ്സായെന്ന് തന്നെ വിചാരിക്കൂ. ഒരു സ്മാർട്ട് വർക്ക്, നിങ്ങളിൽ കഴിവിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് തീഷ്ണമായ പോരാട്ടത്തിലേക്ക് കടക്കുക. അടുത്തൊരു ചോദ്യം നോക്കുക. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ശരിയായതേത് എന്നാണ്. യോജിക്കുന്ന ശരിയായതേത്? നിങ്ങളിതാ ഇങ്ങനെ വെറുതെ കാഷ്വലായിട്ട് വായിച്ചു നോക്കുകയാണ്. വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ നമ്പർ കാണുന്നു, 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. നിങ്ങൾ ഭരണഘടനാ നിർമ്മാണ സമിതി
എത്ര നാൾ പഠിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെ പഠിച്ചാലും കാണാത്ത ഒരേ ഒരു നമ്പർ 25ആണ്. ശരിയാണോ അല്ലയോ? 359 എന്ന നമ്പർ നിങ്ങൾ കണ്ടു കാണില്ലേ? 299 പേരുണ്ടായിരുന്നു കണ്ടു കാണും. 17 വനിതകളെന്ന് കണ്ടു കാണും. 3 മലയാളി വനിതകളെന്ന് കണ്ടു കാണും. 17 മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടു കാണും. 207 പേർ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തെന്ന് കണ്ടു കാണും. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം വനിതകളുടെ എണ്ണം 15 എന്നവരെ കണ്ടു കാണും. പക്ഷെ 25 എന്നൊരു അംഗസംഖ്യ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് അത് തെറ്റാണെന്ന് കണ്ണ് മടച്ചുകൊണ്ട് പറഞ്ഞൂടെ? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 25 വനിതകൾ ഉണ്ടായിരുന്നു. തെറ്റല്ലേ? എത്ര വനിത ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ? 17 വനിതകൾ. വനിതകളുടെ എണ്ണം 17 ആയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം എത്രയായി? 15 ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ചോദ്യം എന്താ? യോജിക്കുന്ന പ്രസ്താവന. അപ്പൊ ഇതിനകത്ത് 3 വരുന്ന ഓപ്ഷൻസ് എല്ലാം ഒഴിവാക്കിക്കൂടെ? 3 വരുന്നു, ഒഴിവാക്കി. 3 വരുന്നു, ഒഴിവാക്കി. 2ലേക്ക് എത്തി. ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് 2ലേക്ക് എത്തി. ഏതാ? 1ഉം 2ഉം മാത്രം ശരി, 2ഉം 4ഉം മാത്രം ശരി. ഇനി 1 വായിച്ചേ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ വായിച്ചവർക്ക് എഴുതാൻ പറ്റും. ശരിക്കു പറഞ്ഞാൽ സാർവത്രിക വോട്ടവകാശ പ്രകാരമല്ല, പിന്നെയോ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഒന്ന് പറഞ്ഞേ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. അതുകൊണ്ട് അത് തെറ്റായ പ്രസ്താവനയാണ് എന്ന കാര്യം നമുക്കിവിടെ ഉറപ്പിക്കാം. ഇതിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തി. 1 തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ 2ഉം 4ഉം മാത്രമാണ് ശരി. വായിച്ചു നോക്കാം. 46-ൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശ മാർഗങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ സഭ രൂപീകരിച്ചത് എന്നത് ശരിയായ പ്രസ്താവന അല്ലെ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണം ആരുടെ നിർദ്ദേശം? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് എന്ന കാര്യം നമുക്കിവിടെ മനസ്സിലായി. ഓക്കെ. ഇനി 4ാമത്തെ പ്രസ്താവന. ഭരണഘടനയുടെ അന്തിമ കരട് 49 നവംബർ 26-ന് അംഗീകരിച്ചു. ഭരണഘടന അംഗീകരിച്ചത് എന്ന് പഠിക്കുന്നില്ലേ? 49 നവംബർ 26. മാത്രമല്ല നമ്മുടെ പ്രിയാമ്പിൾ ആമുഖത്തിന്റെ അവസാന വാചകം എന്താണ്? ദിസ് 26th day of November 1949 do hereby adopt, enact and give to us this constitution എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന നമ്മുടെ പ്രിയാമ്പിൾ. അതുകൊണ്ട് നവംബർ 26 ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. ക്ലിയർ ആണോ? അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം ഏതാ? ചുവടെ കൊടുത്തിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏതല്ല? ഓപ്ഷൻ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് 46, അതുപോലെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് 2ഉമാണ് യോജിക്കുന്നത്. അതുകൊണ്ട് 2, 4 ശരി എന്ന് വരുന്ന ഓപ്ഷൻസ് ഏത് മാത്രമാണ്? ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? ഇത് ഒരു പ്രധാനപ്പെട്ട പ്രീവിയസ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടോ? ഭരണഘടന നമുക്ക് അടിക്കാൻ പറ്റും, കൃത്യമായി നമുക്ക് 5 മാർക്കും കൈവെള്ളയിൽ ഉറപ്പിക്കാൻ പറ്റുമെന്ന്? പറ്റണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിളിന്റെ ക്വസ്റ്റ്യൻ കടന്നു വന്നിരിക്കുകയാണ്. ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതല്ല? തെറ്റ് കണ്ടെത്താൻ എളുപ്പമാണ്, നമുക്കറിയാം. നോക്കുക. ബറൂബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ചു. ശരിയാണ്, ഗ്രേറ്റ്. ഇത് ശരിയായ പ്രസ്താവനയാണ് എന്ന് കണ്ടെത്തി. അപ്പൊ തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഓപ്ഷനിലെ ശരിയല്ല. അപ്പൊ 1 വരുന്നതിനെ എല്ലാം എടുത്ത് കളയാം. ഭാഗ്യത്തിന് 1 ഉള്ളൂ 1 വരുന്നത്. തെറ്റാണെന്ന് കണ്ടെത്തി. തെറ്റാണ്. ഇനി കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് ആമുഖം കുറച്ച് നന്നായിട്ട് വായിക്കുന്നവർക്കേ മനസ്സിലാകൂ. ഇതവിടെ നിൽക്കട്ടെ. ശരി ഉത്തരമാണ്, പക്ഷെ അവിടെ നിൽക്കട്ടെ. ഇനി ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുന്നു. അസംഭവ്യം. നമുക്കറിയാം ഗാന്ധിജിയുടെ പേര് ആമുഖത്തിൽ എന്നല്ല, ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ട് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്, അത് DPSPയിലാണെന്ന് അറിയാം. ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുന്നില്ല. ഗാന്ധിജിയുടെ അല്ല ആരുടെയെങ്കിലും പേര് ഉൾപ്പെടുന്നുണ്ടോ? നെഹ്റു എന്നോ ഇന്ദിരാഗാന്ധി എന്നോ അല്ലെങ്കിൽ സർദാർ വല്ലഭായ്, ആരുടെയും പേര് ഉൾക്കൊള്ളുന്നില്ല. ആകെ നമ്മുടെ പ്രിയാമ്പിളിൽ ഇന്ത്യയെ പറ്റി പറയുന്ന 5 വാചകം: സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ അല്ലേ? അപ്പൊ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് തെറ്റായ പ്രസ്താവന. അപ്പൊ ഒരു തെറ്റ് കണ്ടെത്തി, തെറ്റായ പ്രസ്താവന. അപ്പൊ 3 വരുന്നതെല്ലാം ശരി. അൺഫോർച്ചുനേറ്റ്ലി എല്ലാത്തിലും ബാക്കി 3ലും 3 ഉണ്ട്, അവിടെ പിടിക്കാൻ പറ്റിയില്ല. അടുത്തത്, ആമുഖം ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തത്. ഇത് ആമുഖമല്ല. എന്നെങ്കിലും കേട്ട എല്ലാവരും പഠിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഓൺലി അമെൻമെന്റ് വിച്ച് അമെൻഡ് ദ പ്രിയാമ്പിൾ എന്ന് ചോദിക്കുമ്പോൾ 42ാം ഭേദഗതിയാണ്. അപ്പം ഇതും ശരിയായ പ്രസ്താവന. ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഒരേ ഒരു തെറ്റായ പ്രസ്താവനയേ ഉള്ളൂ. അതേതാണ്?
ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു, ബാക്കിയെല്ലാം ശരിയാണ്. ഇനി LICയുടെ കാര്യം പറഞ്ഞു തന്നാൽ, ആമുഖവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികളെ, ആമുഖവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കേസ്. ഒന്ന്, ആദ്യ കേസ് ബറൂബാരി കേസ് 960. 2, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് 973. 3, LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1991. 3 കേസുകളാണ്. ഇതിൽ ആദ്യത്തെ ബറൂബാരി കേസിൽ പറഞ്ഞിരിക്കുന്നു, ബറൂബാരി കേസുമായി ബന്ധപ്പെട്ട് ഞാൻ 4 സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഇതിലെ ശരി എന്ന് പറയുക. ബറൂബാരി കേസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്: 1, ആമുഖം ഭരണഘടനയിൽ ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടു. ഓപ്ഷൻ ബി, ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് അഭിപ്രായപ്പെട്ടു. ഓപ്ഷൻ സി, ആമുഖം ഭരണഘടനയുടെ അർത്ഥമല്ല എന്ന് പ്രതിപാദിച്ചു. ഓപ്ഷൻ ഡി, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ചു. ഏതായിരിക്കും ഇതിൽ? ഒന്നേ ശരിയുള്ളൂ, ബാക്കി എല്ലാം തെറ്റാണ്. ഞാൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നേ ശരിയുള്ളൂ. നോക്കൂ, ആമുഖം ഭരണഘടന ഇല്ലെന്നോ ഭരണഘടനയുടെ ഭാഗമല്ലെന്നോ അർത്ഥമല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇത് അനിവാര്യ ഘടകമല്ല, അവിഭാജ്യ ഘടകമല്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ. മനസ്സിലാവുന്നുണ്ടോ? അനിവാര്യ ഘടകവും അവിഭാജ്യ ഘടകവും വ്യത്യാസം മനസ്സിലായല്ലോ. നമുക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണം, പക്ഷെ നമുക്കിഷ്ടം ബിരിയാണി മാത്രമാണ്. ബിരിയാണി ഒരു അവിഭാജ്യ ഘടകമല്ല, വിശപ്പ് മാറാനുള്ള ഭക്ഷണമാണ് അവിഭാജ്യ ഘടകം എന്ന് പറഞ്ഞതുപോലെ ആമുഖം ഒരു ഘടകമല്ലെന്നല്ല പറഞ്ഞത്, ഒരു അവിഭാജ്യ ഘടകമല്ല. ആമുഖം ഇല്ലെങ്കിലും ഓക്കെ, ഇതാണോ? അപ്പൊ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമല്ലെന്നോ ഭരണഘടനയിൽ ആമുഖം ഇല്ലെന്നോ അല്ല പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന കേസ്. ഏത് കേസാണ് വിധി പറഞ്ഞത്? സുപ്രീം കോടതി ബറൂബാരി. എന്നാൽ ഈ കേസിലെ വിധി തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കേസിലെ വിധി മാറ്റിമറിച്ചുകൊണ്ട് PSC രണ്ടാമത് ഒരു വിധി പറഞ്ഞു. അതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്. ആരാണ് ഈ കേശവാനന്ദ ഭാരതി? മലയാളിയാണോ? അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? ആരാണ്? പറയൂ. കേരളീയനാണ്. കാസർഗോഡ് ജില്ലയിൽ ഇടനീർ മഠാധിപതിയാണ് കേശവാനന്ദ ഭാരതി. ഭൂപരിഷ്കരണ നിയമം പട്ടം താണുപിള്ളയുടെ മുഖ്യമന്ത്രി പാസാക്കി രണ്ടാമത് EMS മന്ത്രിസഭ പിരിച്ചുവിട്ടതിന് ശേഷം ഇത് ഭൂപരിഷ്കരണ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച റിട്ട് പെറ്റീഷൻ, അതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് 1973. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം കോടതി അവരുടെ ഈ പ്രിയർ സ്റ്റേറ്റ്മെന്റ് റെക്ടിഫൈ ചെയ്തുകൊണ്ട് പറഞ്ഞു, യെസ് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട്. പ്രിയാമ്പിൾ ഭരണഘടനയുടെ അനിവാര്യ ഘടകമാണ്, അവിഭാജ്യ ഘടകമാണ് എന്ന് തന്നെ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇനി 91 LIC കേസ്, LIC വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഒന്നുകൂടി ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് പ്രിയാമ്പിൾ എന്ന ആശയം ഊന്നിപ്പറഞ്ഞു. അതായത് കേശവാനന്ദ ഭാരതി കേസിലെ വിധിയെ ഒന്നുകൂടി ഊന്നിപ്പറഞ്ഞ കേസാണ് LIC കേസ്. അപ്പൊ LIC ഓഫ് ഇന്ത്യ കേസും പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായോ? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, കാലവും ചരിത്രവും ഏറെ മാറി. സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വെറും നിങ്ങളുടെ സ്വപ്നമല്ല, ആഗ്രഹമല്ല, നിങ്ങളുടെ തീരുമാനമാകുന്നിടത്ത് നിങ്ങളുടെ വിധിയും മാറും. ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇതാ അത്തരത്തിൽ നിങ്ങളെ മികച്ച രൂപത്തിൽ പരിശീലിപ്പിക്കാൻ ഒരു കോഴ്സ് മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാകും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷാ സിലബസിനെ ആധാരമാക്കിയ മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ഒരു ക്ലാസ്, ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട നിരവധി സവിശേഷതകളുടെ ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നു നിങ്ങളെ സഹായിക്കാൻ. അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഡെയിലി ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ഫ്രം മെന്റേഴ്സ്, നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മികച്ച രൂപത്തിൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടുന്ന അസിസ്റ്റൻസ് തരാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് മെന്റേഴ്സിന്റെ സേവനം കോമ്പറ്റീറ്റീവ് ക്രാക്കർ മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നോട്ട് എഴുതി തളർന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടി ഇതാ PDF മെറ്റീരിയൽ വരികയാണ് നിങ്ങളിലേക്ക്. PDF നോട്ട്, നിങ്ങളുടെ ഓരോ ക്ലാസ്സിനെ സംബന്ധിച്ച PDF നോട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ എക്സാം ആൻഡ് പ്രോഗ്രസ് ഇവാലുവേഷൻ ആണ്. നിങ്ങൾക്ക് നമ്മൾ പ്രോഗ്രസ് കാർഡൊക്കെ തയ്യാറാക്കുന്ന ഒരു കാലം ഓർമ്മ കാണും സ്കൂൾ കാലഘട്ടത്തിൽ. അതുപോലെ നിങ്ങൾക്ക് ഡെയിലി എക്സാമിനേഷൻ ആണ്, അതും പ്രീവിയസ് ചോദ്യങ്ങളെ ആധാരമാക്കിയ, ചോദ്യ മാതൃകകളെ ആധാരമാക്കിയ, മുൻ സിവിൽ സർവീസ് ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യ മാതൃക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതാൻ പറ്റുന്നു, വലിയ കാര്യമല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ പ്രോഗ്രസ് ഇവാലുവേഷൻ അതിനുവേണ്ടിയുള്ള സൗകര്യവും കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരുക്കുന്നു.
അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, നമുക്കറിയാം ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കാലമാണ് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളുടെ നിരന്തരമായ കമൻറ്റുകൾ, നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങൾക്ക് ഓരോ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വിലയേറിയ നിങ്ങളുടെ സജഷൻസ് എല്ലാം തന്നെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ സാഗൂതം നിരീക്ഷിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ല ധൈര്യമായി കടന്നു വരാൻ അതിന് പറ്റിയ ഫാക്കൽറ്റീസ്, പറ്റിയ അന്തരീക്ഷം കോമ്പറ്റീറ്റീവ് ക്രാക്കർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടുകാർ, ഇഫ് യു വാണ്ട് സംതിങ് ദ എൻ്റയർ യൂണിവേഴ്സ് കോൺസ്പേഴ്സ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ്. നിങ്ങളൊരു ലക്ഷ്യം നേടാനായി തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യം സാധ്യമാക്കാൻ ഈ പ്രകൃതി പോലും നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. അപ്പോൾ തീവ്രമായി ആഗ്രഹിക്കുക, തീവ്രമായി പോരാടുക. ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.